നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 201 എപ്പിസോഡാണിത്. ഇന്ന് പ്രശസ്ത ചെറുതാകൃത്തും നടനും എഴുത്തുകാരനും ഒരു കമ്പനിയുടെ ഡയറക്ടറും ഒക്കെയായി ദുബായിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ പ്രശാന്ത് പയ്യന്നൂരിനെ കുറിച്ചിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 2004 ഏകദേശം 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദുബായിലെ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലൊന്നായ അറബ്ടെക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാനും ഇദ്ദേഹവും വിവിധ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം സെക്രട്ടറിയായും ഞാൻ ഡോക്യുമെൻ്റ് കൺട്രോളറുമായി അവിടുത്തെ കുറേയധികം പ്രോജക്റ്റുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുകയുണ്ടായി. ദുബായിലും അബുദാബിയിലും ഷാർജയിലും അലൈനിലും ഒക്കെയായി ഒരു 10-12 വർഷക്കാലം ഞങ്ങളുടെ രാവുകൾ ദുബായിലെ ക്രീക്കിൽ സിനിമയും കഥയും കവിതയും ഒക്കെ ചർച്ച ചെയ്യുന്ന ദിനങ്ങളായിരുന്നു. വെള്ളിയാഴ്ച ഒഴിവു ദിവസം ക്രീക്കിലെ കസേരകളിൽ ചെന്നിരുന്ന് രാത്രി 2 മണി 3 മണിയോളം സിനിമയെക്കുറിച്ചും കഥയെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച ആ ദിനങ്ങൾ ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു തുടർക്കഥ എന്ന പോലെ വേണം പറയാൻ. ആ ജോലിയിൽ നിന്നും വിട്ടുപോകേണ്ട ചില സാഹചര്യങ്ങൾ വന്നു. മടങ്ങി നാട്ടിൽ വരുന്നു. വീണ്ടും വിസിറ്റ് വിസ എടുത്ത് വീണ്ടും അവിടെ ചെല്ലുന്നു. വീണ്ടും കമ്പനിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. വീണ്ടും അതേ കമ്പനിയിൽ തന്നെ അറബ്ടെക് കൺസ്ട്രക്ഷനിൽ തന്നെ ജോലിയിൽ കയറുന്നു. ട്വിൻ ടവറും അലൈൻ ഹോസ്പിറ്റൽ പ്രോജക്റ്റും മറൈനിലെ കുറച്ച് പ്രോജക്റ്റും അങ്ങനെ നിരവധി പ്രോജക്റ്റുകളിൽ അബുദാബിയിലെ ഖലീഫ സിറ്റിയിൽ 10-12ഓളം മോസ്കുകൾ ഇതിലെല്ലാം ജോലി ചെയ്ത അനുഭവ സമ്പത്തുമായി അങ്ങനെ കഴിയുമ്പോഴും സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചുമെല്ലാം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം നന്നായി ചെറുകഥകൾ എഴുതും, കവിതകളും എഴുതും. പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് ഓർഗനൈസേഷൻ്റെ ഭാഗമായി അദ്ദേഹം വർത്തിക്കുന്നുണ്ട്. എത്രയോ രാവുകൾ ഞങ്ങൾ സിനിമയെക്കുറിച്ചും കഥയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ജോലിയില്ലാത്ത കാലങ്ങൾ, ജോലി തേടിയുള്ള കാലങ്ങൾ, അതെല്ലാം പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം അനുഭവ സമ്പത്താണ്. ഞങ്ങൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ബേസിലൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ 1 വർഷത്തോളം എടുത്തു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ. ഹിന്ദിയിലാണ്. ഞാൻ തന്നെയാണ് ഹിന്ദിയിൽ എഴുതിയതും അതിലൊരു ഗാനം എഴുതിയതും ഹിന്ദിയിൽ ഞാനാണ്. ഇത് ബൂസ്റ്റപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ബൂസ്റ്റപ്പ് തന്നെയാണ്. നമ്മൾ എഴുതുമ്പോൾ അത് മറ്റുള്ളവർ അറിയണമല്ലോ. അത് ശരത് കൊല്ലം എന്ന ഗായകനാണ് ഫീമെയിൽ വോയിസിൽ പാടിയത്. നാട്ടിൽ വന്ന് അദ്ദേഹത്തിന് ഗാനം പറഞ്ഞ് മനസ്സിലാക്കി നൗഷാദ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ആ വ്യക്തിയെ കൊണ്ട് അന്ന് തന്നെ അത് റെക്കോർഡ് അയച്ച് നടക്കുക. അങ്ങനെയൊക്കെയാണ് 1 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആകർഷിതം എന്നുള്ള 36 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ചിത്രം പൂർത്തിയാക്കി. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ അബുദാബിയിലും അലൈനിലും അബുദാബിയിലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അന്നത്തെ ഒരു ദിവസം തന്നെ തിരക്കിട്ട്
അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് കാർ ഓടിച്ച്, ഇതിൽ നായകൻ വിജയൻ പത്മനാഭൻ ഇപ്പോൾ മൗറീഷ്യസിലാണ്. അദ്ദേഹം കാർ ഓടിച്ച് ദുബായിലെത്തുമ്പോൾ സൺസെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. സൂര്യനെ തടുത്തു നിർത്താനാവില്ലല്ലോ, അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. തിരക്കിട്ട് വന്നിട്ടും ഓടിപ്പിടിച്ച് ക്രീക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് വന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. മനസ്സിന് വല്ലാത്ത വ്യാകുലത. ഇനി എങ്ങനെ ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ക്ലൈമാക്സ് ചെയ്യാൻ കഴിയാണ്ട് ഇനി എങ്ങനെ ചെയ്യും എന്നങ്ങനെ ആലോചിച്ച് ക്രീക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പ്രശാന്തിനെ കാണുന്നത്. അന്ന് ഒത്തിരി ദിവസത്തെ ഷൂട്ടിങ്ങാണ് പലയിടത്ത് വെച്ചും. അന്ന് ഇത് എടുത്തു തീർത്ത് ഞങ്ങൾക്കെല്ലാം മടങ്ങണം അലയിലേക്ക്. 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ക്രിക്കിൻ്റെ ഒരു വശത്ത് ഒരു പ്രത്യേക തരം ലൈറ്റ് കാണുന്നു. അങ്ങനെ ഇതിന് നായക നടനെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. ഐഡിയോളജിയായിട്ട് അതിൻ്റെ ഷോർട്ട്സുകൾ എടുക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു, പ്രശാന്ത്, ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, ഇദ്ദേഹത്തെ നോക്കി പതുക്കെ കടന്നു പോവുക ഫ്രെയിമിലൂടെ. അങ്ങനെ ഒരു ടേക്കായി, 2 ടേക്കായി, ലൈറ്റ്സിൻ്റെ പ്രശ്നം, 3ാമത്തെ ടേക്ക് ഓക്കെ. അങ്ങനെയാണ് പ്രശാന്ത് പയ്യന്നൂർ എന്ന ആ നടൻ എൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് മറന്നു നീയൻ എന്നുള്ള മലയാളത്തിലുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതിലും ഒരു സോങ്ങുണ്ട്. അതും എഴുതിയതും ആദ്യമായി സംഗീതം നൽകിയതും 23 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ചിത്രം ഞങ്ങൾ അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്ത് ചേർക്കുന്നത്. സംഗീത സ്റ്റേഷൻ എന്ന കണ്ണൂർക്കാരനാണ് അതിൽ നായകനായി അഭിനയിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചിത്രീകരിച്ച ആ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചത് പ്രശാന്ത് പയ്യന്നൂരാണ്. എനിക്കുള്ളൊരു ദോഷം എന്ന് പറഞ്ഞാൽ ടൈമിങ്, അതുപോലെ തന്നെ കൃത്യനിഷ്ഠ, ഇത് രണ്ടും തെറ്റിച്ചാൽ ഞാൻ എൻ്റെ മനസ്സും എൻ്റെ വർത്തമാനവും എല്ലാം ദേഷ്യത്തിലായിരിക്കും. അതിന് കുറവാകാം, പക്ഷേ പെർഫെക്ഷൻ ഉണ്ടല്ലോ. 6ഉം 7ഉം 8ഉം ടേക്കാവുമ്പോൾ അഭിനയിക്കുന്നവരും ക്ഷീണിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നത് നമ്മളും ക്ഷീണിക്കുന്നു. എന്തായാലും അതിലും അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചു. കാലം കുറെ കഴിഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും ഈ മറന്നു നീയൻ എന്ന കൊച്ചു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു വന്നത് കലയോടുള്ള അധമ്യമായ ആത്മാർത്ഥത. പ്രവൃത്തി മണ്ഡലത്തിലും അദ്ദേഹം മിടുക്കൻ തന്നെ. 1976 ഫെബ്രുവരി 15-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പയ്യന്നൂർ സ്വദേശി. ബിരുദാനന്തര ബിരുദവും നേടിയ വ്യക്തി. ദുബായിലെ ഷാർജയിലെയും ഒരുപാട് സാംസ്കാരിക സംഘടനകളിൽ അംഗത്വമാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ നേരിൽ കണ്ടിട്ട് തന്നെ 2019-ലാണ് ഞാൻ അവിടം വിട്ട് വരുന്നത്. വീണ്ടും 2020-ൽ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. 2021-ൽ വീണ്ടും ഞാൻ മടങ്ങിയെത്തുന്നു. ഒരു 4-5 വർഷക്കാലം വല്ലപ്പോഴും ഒരു മെസ്സേജ്, വല്ലപ്പോഴും ഒരു ഫോൺ കോൾ, അതിലൊതുങ്ങിക്കൂടി ഞങ്ങൾ ഇരുവരും. അതെല്ലാം കഴിഞ്ഞ് 2023-ൽ ആന്തം ലോയൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് പ്രവാസി എഴുത്തുകാർക്കായി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് വന്നത് ശ്രീ പ്രശാന്ത് പയ്യന്നൂരായിരുന്നു. ഞങ്ങളപ്പോൾ വ്യക്തിഗതമായി പരിചയമുണ്ടെങ്കിലും ഒന്നിലും
അധികം ചർച്ച ചെയ്യാറോ ഒന്നുമില്ല. അങ്ങനെ 2023 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം എന്ന് പറയുന്ന വിദേശത്തു നിന്നും ആദ്യമായി യിൽ നിന്നും ആന്തം ലോയലിൻ്റെ 2023 അവാർഡിന് എൻ്റെ കവിതാ സമാഹാരമായ വാഗീശ്വരി വരമൊഴിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. വ്യക്തിബന്ധങ്ങളൊന്നും ഇവിടെ ബാധിച്ചില്ല. നൂറുകണക്കിന് എഴുത്തുകാരാണ് ഇന്ന് പ്രവാസ ലോകത്തുള്ളത്. എന്തോ എൻ്റെ സൃഷ്ടി, അവരുടെ കമ്മിറ്റി, 5-6 പേർ അടങ്ങുന്ന കമ്മിറ്റി പലരുടെയും കൃതികൾ പഠിച്ച ശേഷം എൻ്റെ കൃതികൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് അറിയിപ്പ് വന്നപ്പോൾ ശരിക്കും മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. മറ്റൊന്നുമല്ല, അംഗീകാരങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ആദ്യമായി വിദേശത്തു നിന്നും ഒരു അംഗീകാരം കിട്ടുമ്പോൾ അതിന് വളരെ ഏറെ വിലയുണ്ട്. 20,000 രൂപയും പ്രശംസാപത്രവും ഫലവും അടങ്ങിയ അത് വാങ്ങുന്നതിന് മുന്നേ അദ്ദേഹം എനിക്ക് വേണ്ടി ട്രിവാൻഡ്രത്ത് വന്ന് എന്നെ ക്ഷണിച്ചു എന്നുള്ളതാണ് അടിവരയിടേണ്ടത്. ഒരാൾ ഫ്ലൈറ്റ് ടിക്കറ്റും അതും ഇതുമെല്ലാം എടുത്ത് ഇവിടെ വന്ന് ക്ഷണിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷം എനിക്ക് വിസയും ടിക്കറ്റും താമസിക്കാനുള്ള ഹോട്ടലും എല്ലാം ചെയ്തു തന്ന് എനിക്ക് അവാർഡ് തന്ന് സ്വീകരിക്കുമ്പോൾ ശരിക്കും തണുപ്പിൻ്റെ ബുദ്ധിമുട്ട് കാരണം പ്രസംഗിക്കാൻ കഴിയുമോ എന്ന് വരെ തോന്നിപ്പോയ നിമിഷങ്ങൾ. 1 മാസത്തെ വിസ ഉണ്ടായിട്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മടങ്ങി നാട്ടിലെത്തി. കാരണം ഞാൻ കണ്ടത്, ഞാൻ ജീവിച്ചത് എത്രയോ വർഷങ്ങളാണ് അവിടെ. എങ്കിലും അവിടുന്ന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷപ്പെടുത്തും. ആ പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ എനിക്ക് ലഭിച്ച ട്രോഫിയും അത് വിലമതിക്കാനാവാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം മൂല്യം കൽപ്പിച്ച് എനിക്ക് ലഭിച്ച ആ അവാർഡ് എന്തുകൊണ്ടും ജീവിതത്തിൽ മറക്കാറതല്ല. അത് തന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെപ്പറ്റി പറയുന്നത് എന്നുള്ളതല്ല. വാഗ്വാദങ്ങൾ, ഇഷ്ടമില്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്ത വേറെ, എൻ്റെ ചിന്ത വേറെ, വ്യക്തിയുടെ കഴിവുകളും രണ്ടാണ്. അന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ആ പ്രശംസാപത്രം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2023 പ്രഥമ ആന്തം ലോയൽ സാഹിത്യ പുരസ്കാരം വിശ്വകവി ശരവൺ മഹേശ്വറിൻ്റെ വാഗീശ്വരി വരമൊഴിയായി എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുക്കപ്പെട്ടു. ആധുനിക രീതിയിൽ എഴുതപ്പെട്ട ഇതിലെ കവിതകൾ കാലാനുവർത്തിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൃതി. വർത്തമാനകാലത്തെയും ഭാവി തലത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് രചിക്കപ്പെട്ട ഈ സമാഹാരത്തിലെ ഓരോ കവിതയും മാനവ സമൂഹത്തിൻ്റെ ചെയ്തികളും ഭാസുരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ഉതകുന്ന സമസ്യകളും നിറഞ്ഞ മാസ്മരികമായ അവതരണം ഉൾക്കൊണ്ട കൃതി. വിശ്വത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെ വെളിപ്പെടുത്തുന്ന കവിമനസ്സ്. പ്രവാസ ലോകത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരന് ഞങ്ങളുടെ ആശംസകൾക്കൊപ്പം ഭാവി തലമുറയ്ക്ക് ഓർക്കാവുന്ന ഒരുപിടി രചനകൾക്ക് ഭാഗമാക്കായ ശരവൺ മഹേശ്വറിന് ഞങ്ങളുടെ സ്നേഹോപഹാരം സമർപ്പിക്കട്ടെ. ഇൻ 2023, the first ever Loyal Literary Award was bestowed upon Vishwakavi Sharavan Mahesh for his poetry anthology Vagheshwari Varamozhiyai. The poems in the collection
written in a contemporary style, are set to stand the test of time in Malayalam literature. Each poem in this anthology is a poignant portrayal of the triumphs and tribulations of humanity, painting a vivid picture of a world fraught with challenges and filled with profound reflections on both the present and the future. The poet's ability to capture the essence of the world's struggles and aspirations through the focus of the mind is commendable. As a recognized writer in the global literary sphere, Sharon Maheshwar has our heartfelt congratulations and best wishes for his future endeavors. Prashant Payyannur, Chairman; Ashok Kunjimangalam, President; Vinod Kuveri, Secretary. ഇതാണ് എനിക്ക് കിട്ടിയ പ്രശംസാപത്രത്തിലെ വരികൾ. എന്തിന് ഇത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കവിത എഴുതുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ, എന്തിനിത്ര കഠിന പ്രയത്നം ചെയ്യുന്നു എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി, നമ്മൾ പോകുന്ന വഴി, നമ്മൾ കാണുന്ന വഴി, നമ്മൾ എഴുതുന്ന വഴി സമൂഹത്തിനും വളർന്നു വരുന്ന തലമുറയ്ക്കും നല്ലതിൻ്റെ പാത കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്നല്ല. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് പേരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ സ്നേഹവും ആത്മാർത്ഥതയും വെച്ചു പുലർത്തുന്ന നല്ലൊരു വ്യക്തിത്വം. അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും തന്നെ 2 വർഷത്തോളമായി. അദ്ദേഹം എഴുതിയ ചെറുകഥകളും ലേഖനങ്ങളുമെല്ലാം ഗൾഫിലെ പല പേപ്പറുകളിലും മാഗസിനുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കണ്ട് പരിചയിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഖത്തറിൽ നിന്നും ബെർലിനിലേക്കും, ബെർലിനിൽ നിന്നും ജർമ്മനിയിലേക്കും, ജർമ്മനിയിൽ നിന്നും റഷ്യയിലേക്കും അങ്ങനെ ബിസിനസ് കാര്യങ്ങൾക്കായി ഓടി നടക്കുമ്പോഴും ഞാൻ ദേഷ്യത്തിൽ ചീത്ത പറഞ്ഞാലും, ഞാൻ ദേഷ്യത്തിൽ എന്തെഴുതിയാലും രവിയേട്ട എന്നുള്ള സ്നേഹത്തോടെയുള്ള ആ വിളി എന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. കാലചക്രം കറങ്ങിത്തിരിഞ്ഞാലും വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നത് പ്രവൃത്തിയിലൂടെ, നല്ല ചിന്തയിലൂടെ കാണിച്ചു തരുന്നൊരു നല്ല വ്യക്തിത്വം. ഇന്നിത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴും രവിയേട്ടൻ എന്ത് തോന്നുന്നു അതനുസരിച്ച് ചെയ്യൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അവാർഡും ട്രോഫിയും ഒക്കെ തന്നതിൻ്റെ ആദര സൂചകമായിട്ടൊന്നുമല്ല, മറിച്ച് പ്രവാസ ജീവിതത്തിൻ്റെ കയ്പുനീർ ഒരുപാട് കുടിച്ചിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങളെല്ലാം. കാലത്തിൻ്റെ മാറ്റത്തിൽ, കാലത്തിൻ്റെ ചിന്തയിൽ വേർതിരിവുണ്ടാകാമെങ്കിലും സൃഷ്ടി അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ശ്രീമതി തനുജയും 2 മക്കളും എൻ്റെ ചിത്രത്തിൽ തല കാണിച്ചിട്ടുണ്ട്. അത് പറയുന്നത് സൗഹൃദത്തിൻ്റെ വഴിയിലൂടെയാണ്. ഈ വാഗീശ്വരി വരമണിയായി എന്ന കവിതാ സമാഹാരത്തിൻ്റെ മുഖചിത്രം വരച്ചു തന്നത് വിശ്വംഭരൻ വരാന്തരപ്പള്ളി എന്ന വ്യക്തിയാണ്. ഒരു തികഞ്ഞ കലാകാരൻ, ജീവിതത്തിൽ ഒരുപാട് കയ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹമാണ് എൻ്റെ 17 പുസ്തകങ്ങൾക്ക്
മുഖചിത്രവും മറ്റും ഡിസൈൻ ചെയ്തു തന്നത്. ഈ സൃഷ്ടി പബ്ലിഷ് ചെയ്ത് ലോകോത്തര പ്രസിദ്ധീകരണശാലയായ cyberbit.net ആണ്. ഇതിലെ വരികളെല്ലാം തെറ്റുകൂടാതെ എഴുതുന്ന അരുൺ കാർത്തിക എന്ന വ്യക്തിത്വമാണ്. ഇതെല്ലാം ഇത്രയും ഇവിടെ സൂചിപ്പിച്ചത് എൻ്റെ സൃഷ്ടികളെ വിലയിരുത്തുവാനും എൻ്റെ പുസ്തകത്തിനെ പരിഗണിക്കുവാനും എല്ലാം തോന്നിയൊരു മനസ്സ്. അതിലുപരി തിരക്കിട്ട ജീവിതത്തിനിടയിലും കലയെയും സാഹിത്യത്തെയും മനുഷ്യ നന്മയെയും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇന്നും അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെയുണ്ട്. കലയോടും സാഹിത്യത്തോടും എഴുത്തിനോടും ഇത്രയും പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെക്കുറിച്ച് കുറേ ദിവസം കൊണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു പത്രത്തിൽ വന്ന ഒരു വലിയൊരു ബ്രീഫ് അതേപടി ഞാൻ ഇതിൻ്റെ ബ്രീഫായി ചേർക്കുകയാണ്. കാരണം അത്ര നല്ലൊരു വ്യക്തിത്വം. ഇതിൽ കൂടുതലൊന്നും ശ്രീ പ്രശാന്ത് പയ്യന്നൂരിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.